ഹലോ, ഹായ് പറ. നമ്മളിന്നൊരു വൺ ഡേ ട്രിപ്പിന് ഇറങ്ങിയതാണ്. അച്ചൻകോവിൽ പോവാണ്. അച്ചൻകോവിൽ വഴി ഒരു യാത്ര, ഒരു വൺ ഡേ ട്രിപ്പ്. അപ്പോൾ നമ്മളിപ്പം 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മൾ വന്ന റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടൂർ, പത്തനാപുരം, പുന്നല വഴി അച്ചൻകോവിൽ. ഇപ്പം നമ്മൾ അച്ചൻകോവിൽ റൂട്ടിലേക്ക് നോക്കി ഫുള്ള് വനം ഇവിടെ. അടുത്ത് നമ്മൾ കാലെല്ലാം വേദന എടുത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് വണ്ടി. ബൈക്കിൽ ഇറങ്ങിയത്. ഏകദേശം ഇവിടെ നമ്മൾ ഇനി തമിഴ്നാട്ടിലോട്ട് പോകുന്നുണ്ട്. തമിഴ്നാട് തിരുമലക്കോവിൽ എന്നൊരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ അച്ചൻകോവിൽ വഴി ഒരു 66 കിലോമീറ്റർ ഉണ്ട്. ഇനി 25 കിലോമീറ്റർ പോകാനുണ്ട് നമുക്ക്. പിന്നെ അവിടെ നിന്ന് ഒരു 35 കിലോമീറ്റർ കഴിഞ്ഞാൽ തമിഴ്നാട് ചെല്ലാൻ പറ്റും. അപ്പം ഇതാണ് ഇന്നത്തെ യാത്ര അല്ലേ. അതുകൊണ്ട് രാവിലെ തണുത്ത് വിറച്ച് തണുപ്പായതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ. പിന്നെ നമ്മൾ പുന്നല വഴി വന്നത്. അലിമുക്കുന്ന സ്ഥലമുണ്ട്, അതുവഴി ഇങ്ങനെ വരാൻ പറ്റും. പക്ഷേ പുന്നല വഴി നല്ല റോഡ് എന്ന് കരുതി വന്നു. പക്ഷേ റോഡ് ഫുള്ള് മോശമായിരുന്നു. റോഡ് പണി നടക്കുന്നുണ്ട്, എല്ലാം ഇളക്കിയിട്ട്. നമ്മൾ പിന്നെ കുറച്ച് ഷോർട്ട് കട്ടൊക്കെ കയറി നമ്മൾ ഇവിടെ എത്തി. ഇനി ഒരു 25 കിലോമീറ്റർ പോകാനുണ്ട്. ബാക്കി യാത്രകളെല്ലാം കാണാം നമുക്ക്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട കാഴ്ച, റബ്ബറെല്ലാം വെട്ടി ഇപ്പോൾ പൈനാപ്പിൾ കൃഷി ആയതുകൊണ്ട് ഇപ്പം നല്ല രസമുണ്ട് എല്ലാം കാണാൻ അല്ലേ. മലകളെല്ലാം ഇപ്പോൾ തെളിഞ്ഞ് കാണാം. മറ്റേ റബ്ബറെല്ലാം വെട്ടിയതുകൊണ്ട് അടിപൊളി റോഡ് അടിപൊളിയായിരുന്നു. ഇങ്ങനെ വളഞ്ഞ് കിടക്കും റോഡ്. നമ്മൾ പ്രശസ്തമായ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ എത്തിയിരിക്കണം. വണ്ടിയുണ്ട് ഇവിടെ, ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തു. അമ്പലത്തിലോട്ട് കയറണം. നമ്മളിപ്പോൾ സമയം 8:30 8:45. നമ്മൾ 6:30 കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 66 കിലോമീറ്ററോളം ഇങ്ങോട്ട് വരാൻ പന്തളത്ത് നിന്ന്. ഇതാണ് അമ്പലം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുത് അതുകൊണ്ട് നാം മുന്നിലോട്ട് ഓടിപ്പോയി. തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങി. അപ്പുറത്ത് വിശക്കുന്നു, കഴിക്കണം. രാവിലെ 6 മണിക്ക് ഇറങ്ങിയല്ലേ. സമയം എത്രയായി? 9:30 താഴെ ഹോട്ടലുണ്ട്. നമ്മൾ സ്ഥിരം ഇവിടെ വരുമ്പോൾ കഴിക്കുന്ന ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിക്കണം. എന്നിട്ട് വേണം അടുത്ത സ്ഥലത്ത് പോകാൻ. അതുകൊണ്ട് അവിടെ വണ്ടി എടുത്ത് റെഡിയായി നിൽപ്പുണ്ട്. ഫ്ലാക്സോ? ഓ, ഫ്ലാഷ് പെട്ടെന്ന് വന്നു കുഞ്ഞ്. അത് തന്നെ. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ കാണിക്കാം.
യാത്ര ചെയ്ത് കോട്ടപാസ് എന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. അതിൻ്റെ തൊട്ടപ്പുറം കേരളവും ഇപ്പുറം തമിഴ്നാട്. നമ്മളിപ്പുറം തമിഴ്നാട് വന്നതാണ്. കാറ്റും എന്നൊക്കെ വേറൊരു കാലാവസ്ഥ, റോഡും മാറിയിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുകളിലാണ് ചെക്ക് പോസ്റ്റ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് കയറിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകാം. ബാക്കി കാഴ്ചകളൊക്കെ ഇനി പോകുന്ന വഴി കാണിക്കാം. ഇതാ തമിഴ്നാട് എത്തി. ഇതാ താഴെ കാണാൻ മൊത്തം കൃഷി സ്ഥലങ്ങളും സാധനങ്ങളൊക്കെ താഴെ കിടന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഭയങ്കര വെയിലല്ലേ. അവിടെ ഡാമുണ്ട്, ഇച്ചിരി ദൂരെയാണത്. നമ്മളിപ്പോൾ പോകുന്നത് തിരുമലക്കോവിൽ എന്നൊരു ക്ഷേത്രമുണ്ട്, മലയുടെ മുകളിൽ മുരുകൻ്റെ ക്ഷേത്രം. അങ്ങോട്ടാണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നേരത്തെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതെ, ഇവിടെ എല്ലാം അത് തന്നെ, നമുക്ക് റോഡ് സൈഡിലെല്ലാം. അങ്ങോട്ട് ആകുമ്പോൾ കുറേ കൃഷി സ്ഥലങ്ങൾ കാണാം, മാവും തോപ്പും കാണാം. തമിഴ്നാട്ടിൽ കയറി ഇപ്പോൾ കുറച്ച് മലയാളികളൊക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ. കേരളത്തിലെ വണ്ടികളൊക്കെ കാണാറുണ്ട്. പക്ഷെ മലയാളികൾ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും മലയാള സ്റ്റൈലിലൊക്കെ ഉണ്ട് വീടുകളൊക്കെ. മലയാള സ്റ്റൈലിൽ കുറച്ച് വീടൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് വന്ന് ഫുള്ള് പഴയ വീടൊക്കെ ഉണ്ട്. ഫുള്ള് പറ്റിച്ചല്ലേ. പോവാമെങ്കിൽ നമ്മൾ ചെങ്കോട്ട തെങ്കാശി ആ റൂട്ട് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ തിരുമലക്കോവിൽ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. അച്ചൻകോവിൽ നിന്ന് 22 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ആ അതെ, നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ അവിടോട്ട് പോവാണ്. ഇവിടെ വെച്ചാണ് ആ ശ്രീവല്ലി എന്നുള്ള പാട്ടിൻ്റെ തുടക്കത്തിൽ ആ പാലുവണ്ടി വരുന്നതും അല്ലു അർജുനവിടെ കാണുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് ഇവിടെ വെച്ചാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ബാക്ക് സൈഡിൽ ഇത് കാണിക്കുന്നുണ്ടായിരുന്നു. അവിടെ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ബിൽഡിങ്ങിൻ്റെ എല്ലാം. ഇതാണ് എൻട്രൻസ്. ഇവിടുന്ന് അങ്ങോട്ട് 20 രൂപ എടുത്താണ് ബൈക്കിന് കയറിപ്പോൾ പറ്റില്ല. സ്റ്റെപ്പിൽ കൂടെ പോകുന്നവരുണ്ട്. സ്റ്റെപ്പ് അവിടെ ചെന്നിട്ട് രണ്ടായിട്ട് പോകും. സ്റ്റെപ്പ് ഇതാ ആ സെൻറ്ററിൽ ചെന്നിട്ട് രണ്ട് സ്റ്റെപ്പായിട്ട് പോകും. ഒന്ന് അമ്പലത്തിൻ്റെ മുന്നിലോട്ട് പോകും, ഒന്ന് ആ സൈഡിൽ കൂടെ ഉള്ള വഴിയുണ്ട്. 2 വഴിയായിട്ട് പോകും. ഇതാണ് തിരുമലൈക്കോവിൽ. ഇവിടെ എൻട്രി ഫ്രീ ഉണ്ട്. 20 രൂപയാണ് ബൈക്കിന്, കാറിന് 50 ആണെന്ന് തോന്നുന്നു. നമ്മൾ നടന്നു പോകാൻ സ്റ്റെപ്പുണ്ട്, അതിൽ നടന്നു പോകാം. അല്ല വണ്ടി വേണമെങ്കിലും മേളിൽ കൊണ്ട് ചെല്ലാൻ പറ്റും. നമുക്ക് വണ്ടി ഇങ്ങനെ മേളിൽ വലിപ്പം. നടന്നു പോകുന്നവർക്ക് പടിയുണ്ട്, ആ പടി വഴി നടന്നു പോകാം, പളനിയിലെ പോലെ തന്നെ.
പാർക്കിംഗ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്നു. മലയുടെ മേളിൽ കയറി വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം. നമ്മൾ സാധാരണ ഞായറാഴ്ചയാണ് വരാറ് ഇവിടെ. നമ്മൾ ചൊവ്വാഴ്ച ഇറങ്ങിയല്ലേ? എല്ലാ ദിവസവും വിശേഷ ദിവസം ഉണ്ട് ഇവിടെ. ഞായറാഴ്ച ഭയങ്കര തിരക്കാണ്. നമ്മൾ ഞായറാഴ്ച വരാതെ നമ്മൾ ചൊവ്വാഴ്ച ഇറങ്ങിയത്. എന്നാലും ആൾക്കാരുണ്ട്. ഞായറാഴ്ച ഒന്നും ഇവിടെ ഫുള്ള് വണ്ടി പാർക്കിങ്ങെല്ലാം ഫുള്ളായിരിക്കും. നല്ല തിരക്കം കാണാം. ക്യൂ കുറേ നിൽക്കേണ്ടി വരും. നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം. പടി കയറി ഈ പടി കയറി തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു പടിയുണ്ട്. അതുവഴി കയറി വരാൻ പറ്റും. 2 സ്റ്റെപ്പുണ്ട്. നമുക്ക് നോക്കാം. ക്ഷേത്രത്തിലോട്ട് പോകാം. നല്ല തണുപ്പ് ഇങ്ങോട്ട് ചെറുപ്പിൽ നല്ല മരം ഇരിക്കുമ്പോൾ അവിടെ തിരക്കുണ്ട്. തിരക്കില്ല നല്ല തിരക്കുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രി. ഇതാണ് ഒരു സ്റ്റെപ്പ്. ഇതുവഴി ഇങ്ങനെ ആൾക്കാർക്ക് നടന്ന് കയറി വരുന്ന പടി ഒന്ന് ഇതാണ്. ഒന്ന് അപ്പുറത്തൂടെ ഉണ്ട്. 2 സ്റ്റെപ്പുണ്ട്. ഇതാണ് താഴെയായിട്ടുള്ള കാഴ്ചകൾ. അതുകൊണ്ട് താഴെ അവിടെ നമ്മൾ എൻട്രി ചെയ്ത് കയറുന്ന സ്ഥലമുള്ളത്. നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുത് വെളിയിറങ്ങി ശ്രീലയും കുഞ്ഞും പ്രസാദം എല്ലാം കിട്ടി. അതുകൊണ്ട് ഫോൺ ഇവിടെ ലോക്കറിൽ വെക്കണം. ഒരു മൊബൈൽ 5 രൂപയാണ് ഒരു ലോക്കറിന്. 2 ഫോണിൽ ലോക്കറിൽ വെച്ചേക്കായിരുന്നു. മൊബൈൽ അകത്തോട്ട് അലോടല്ല. ആദ്യക്കൊണ്ട് 3 വയസ്സുള്ള സമയത്ത് ഞങ്ങളിവിടെ വന്നായിരുന്നു. ആ സമയത്ത് ആദ്യക്കൊണ്ട് എൻ്റെ മേളിൽ ഇരുത്തിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവരോടത് പറയുമായിരുന്നു. ഇതല്ലേ ആന? മേളിൽ കയറണോ? പിടിച്ചോ, ഞാൻ മേളിൽ കയറി. ശരി. അതുകൊണ്ട് ആ കാണുന്ന മലയിൽ നിന്നാണ് അല്ലു അർജുൻ ഡാൻസ് കളിക്കുന്നത്. പുഷ്പല ശ്രീവല്ലി എന്നുള്ള സോങ് ഉണ്ടല്ലോ, അത് ഡാൻസ് കളിക്കുന്ന അവിടെ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ക്ഷേത്രം കാണിക്കുന്നത്. അതുകൊണ്ട് ആനയുടെ അടുത്ത് വരുന്നേ ഇല്ല. ആനയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. വാ വാ വാ. ആ ചങ്ങലയൊക്കെ ഉണ്ട്. വാ. ഇതിൻ്റെ ചുറ്റും കൃഷിപ്പാടങ്ങളാണ്. ഫുള്ള് കൃഷിപ്പാടങ്ങളാണ്. ഫുള്ള് കൃഷിയാണ്. നമ്മുടെ നെല്ലും ഈ തെങ്ങും മാവുമാണ് ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ. ഫുള്ള് കൃഷിയാണ് ഇവിടെ. അതുകൊണ്ട് ഭയങ്കര ഓട്ടക്കളിയാണ് ഇവിടെ. ഇഷ്ടപ്പെട്ടോ? ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല തണുപ്പുണ്ട്. എന്തായാലും വലിയ ചൂട് ഇന്ന് ഇല്ല ഇവിടെ. അതുകൊണ്ട് രസമുണ്ട്. ഈ മലയുടെ മുകളിൽ കുളത്തിൽ വെള്ളം കണ്ട. ഇതിന് മീനുണ്ടായിരുന്നു. നോക്കട്ടെ. ആ മീനുണ്ട്. ചെറിയ മീനുണ്ട് അവിടെ. വെള്ളത്തിന് പച്ച കളർ. ഇവിടെ ഇങ്ങോട്ട് ഷോട്ട് ഉണ്ടായിരുന്നു ആ പാട്ടിൻ്റെ. ഇതാണ് ക്ഷേത്രം. ആ കുളം ഇതാണ്. ക്ഷേത്രത്തിനപ്പുറത്താണ്. ഇവിടെയാണ് പാർക്കിങ്. പാർക്കിനപ്പുറത്ത് വലിയ വലിയ മലകളൊക്കെ കാണുന്നത്. വണ്ടിയുണ്ട്. വണ്ടികൾ വന്നു തുടങ്ങി. തിരക്കായപ്പോൾ വണ്ടികൾ തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച ഫുള്ള് വണ്ടിയായിരിക്കും ഇവിടെ. അത് കൂടെ ഉറങ്ങിയോ? ഉറങ്ങിയില്ല. പോ നമുക്ക്. അങ്ങോട്ട് പോ.
ക്ഷേത്രത്തിൽ കയറി തൊഴുതിട്ട് തിരിച്ച് തിരിച്ച് നമ്മൾ പാർക്കിങ്ങിലോട്ട് വണ്ടി എടുക്കാൻ പോവാം. അമ്പലത്തിൽ ഈ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ ചെറുതായിട്ട് വെയിൽ പൂത്ത് വരുന്നുണ്ടല്ലേ, കാല് പൊള്ളുന്നുണ്ട്, ചെറുതായിട്ട് കാല് പൊള്ളുന്നുണ്ട്. പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പം നമ്മൾ കുറ്റാലത്ത് വന്നു. കുറ്റാലം വാട്ടർഫോൾ കാണാൻ വന്നു. അപ്പോൾ നമ്മൾ കുറ്റാലത്തുനിന്ന് വെള്ളച്ചാട്ടമെല്ലാം കണ്ട് കുളിക്കാൻ നിന്നില്ല. ചെറിയ തിരക്കുണ്ട്. ഞായറാഴ്ച ഫുള്ളാവായിരിക്കും. വെള്ളവും കുറവാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഫുഡ് വല്ലതും കഴിക്കണം, നേരെ വീട്ടിലേക്ക്. ഇത് കുറേ ദൂരം ഓടാനുണ്ട്. ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടോ അതിന് വീട്ടിലേക്ക് പോകാൻ. ഇപ്പോൾ നല്ല ചെറിയ ചൂടൊക്കെ വരുന്നുണ്ട്. വെയിലായി തുടങ്ങി. സമയം 1:30 ഇന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം. ഇതാണ് കുറ്റാലം വാട്ടർഫോൾ. അപ്പോൾ നമ്മൾ യാത്ര ക്ഷീണിച്ച് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കിട്ടും. ഇവിടെ വേറെ ഒന്നുമില്ല, ഫ്രൈഡ് റൈസും അങ്ങനെ ഐറ്റം മാത്രം. ബിരിയാണി ഒന്നും കിട്ടിയില്ല. തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട് ബിരിയാണി കഴിക്കാമെന്ന് കരുതി വന്നു, പക്ഷേ ബിരിയാണി കിട്ടിയില്ല. ഫ്രൈഡ് റൈസ് മേടിച്ചു. കൂട്ടാ ഫ്രൈഡ് റൈസ് മതിയോ? ഫ്രൈഡ് റൈസ് മേടിച്ചു. നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഫ്രൈഡ് റൈസും ചിക്കൻ 65 ഓർഡർ ചെയ്തു. അപ്പോൾ അതും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കാല് നോക്കാൻ വേണ്ടി ഇതിൻ്റെ ഭയങ്കരമായിട്ട് കാല് പെരുത്ത് അതുകൂടെ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് എഴുന്നേപ്പിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി നമ്മൾ വീട്ടിൽ ഇപ്പോൾ നല്ല രസമുള്ളൊരു സ്ഥലം. കുറേ തോടും വെള്ളവും റോഡും. നമ്മൾ നേരെ പുനലൂരോട്ടാണ് പോകുന്നത്. പുനലൂരിൽ നിന്ന് വേണം നേരെ പത്തനാപുരം, അടൂർ, പന്തളം. അതാണ് റോഡ്. ഇപ്പം നമ്മൾ യാത്ര ചെയ്ത് ഒറ്റയ്ക്കൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ചെക്ക് ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ട്. താഴെ കാണുന്നതാണ് ചെക്ക് ഡാം. നല്ല രസമുണ്ട്, നല്ല വെള്ളമുണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് അവിടെ. ഇങ്ങനെ ഒരു കാണാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് മേളിൽ കയറി കാണാം. മേളിൽ കയറുന്ന കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടും. മേളിൽ കയറണം, അതൊക്കെ പോണേ. അതുകൊണ്ട് മേളിൽ കയറണം. അപ്പം നമുക്ക് മേളിലോട്ട് പോവാം. അതൊക്കെ തലയിടിക്കല്ലേ. ആണോ? അപ്പം നമ്മൾ യാത്രയിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഇപ്പോൾ സമയം 5:45. നമ്മളിവിടുന്ന് 6:30 പോയത് രാവിലെ. ഇപ്പോൾ 5:45.
അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറ. ഞാൻ പോയി പൈസ തരാം. അപ്പം പായസം തിന്നാൻ പോയി.